സങ്കീർത്തനങ്ങൾ 138:7 ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ നീ കൈനീട്ടും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വിവിധ കഷ്ടതകളിലൂടെ കടന്നുപോകുന്ന ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, എന്റെ ദൈവം ഇതിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് ദാവീദിനെ പോലെ വിശ്വാസത്തോടെ പറയുവാൻ നിങ്ങൾക്കും സാധിക്കണം. ഇതിന്റെ 3-ാം വാക്യത്തിൽ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും നിങ്ങളെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറയുമ്പോൾ അതു കേട്ട് സങ്കടപ്പെട്ടിരിക്കാതെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുകയും നിങ്ങളുടെ ഉള്ളിൽ ബലം നൽകി നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പുറപ്പാട് 3:7 എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു എന്നും 8-ാം വാക്യത്തിൽ അവരെ ഇവിടെ നിന്ന് വിടുവിപ്പാനും മേൽത്തരവും മനോഹരവുമായ മറ്റൊരു ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് യഹോവ മോശയോട് പറഞ്ഞതുപോലെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കഷ്ടതയും നിലവിളിയും സങ്കടവുമൊക്കെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ദൈവം നിങ്ങൾക്കു വേണ്ടിയും ഇറങ്ങി വന്ന് നിങ്ങളെ ഇതിൽ നിന്നും നിശ്ചയമായും വിടുവിക്കും. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ദൈവം നിങ്ങൾക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾക്ക് അസാധ്യമായതിനെ ദൈവം സാധ്യമാക്കി തരും. നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.